മറ്റൊരു വാർത്തയിലേക്ക്. സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ഗ്രാമിന് 130 രൂപ കുറഞ്ഞ് 15,510 രൂപയായി. പവന് 1,040 രൂപ കുറഞ്ഞ് 1,24,080 രൂപയിലെത്തി. ഇന്ന് രണ്ടാം തവണയാണ് സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാകുന്നത്. സിബി ജോസഫ് ചേരുകയാണ്. സിബി, ഇന്നലെയാണ് ഒരു വലിയ കയറ്റം, ഏതാണ്ട് 8,000 രൂപയ്ക്ക് മുകളിൽ ഒരു പവന് കയറിയത്. ഇന്ന് അതിപ്പോൾ വീണ്ടും താഴേക്ക് പോരുന്നു. അപ്പോൾ ഈ ചാഞ്ചാട്ടം അത് മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതിഫലനം എങ്ങനെയാണ്? ഈ ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ ഈ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. എന്തായാലും ഇന്നലെ ഏകദേശം 1,31,000 മുകളിലേക്ക് വലിയ രീതിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സർവകാല റെക്കോർഡിലേക്ക് സ്വർണ്ണവില ഉയർന്നിരുന്നു. അത് ഇന്നിപ്പോൾ ഏകദേശം 6,000 രൂപ കുറഞ്ഞിരിക്കുകയാണ്. 2 തവണയായി ഇന്ന് മാറ്റം വന്നു. രാവിലെ ഒരു 5,240 രൂപ പവന് കുറഞ്ഞെങ്കിൽ ഇന്നിപ്പോൾ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം അത് പവന് 1,040 രൂപ കുറഞ്ഞ് 1,24,080 രൂപയിൽ എത്തിയിരിക്കുകയാണ്. ഗ്രാമിന് 130 രൂപ കുറഞ്ഞ് 15,510 രൂപയിലാണ് വ്യാപാരം. ഇന്നിപ്പോൾ രണ്ടാം തവണയാണ് ഈ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാകുന്നത്. അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ വർഷം ആരംഭിക്കുമ്പോൾ ജനുവരി 1-ന് 99,040 രൂപയായിരുന്നു സ്വർണ്ണവിലയ്ക്ക്. അത് പിന്നീട് 1 ലക്ഷവും കടന്ന് 1,31,000 വരെ എത്തി. അതായത് വലിയ കയറ്റമാണ്, ഒരു ശരവേഗത്തിലുള്ള കുതിപ്പാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായതെന്ന് പറയേണ്ടി വരും. പക്ഷെ ഇപ്പോൾ ഈ ആഗോള വിപണി, പ്രത്യേകിച്ച് US ഡോളറിൽ ഇന്നുണ്ടായ 4% വീഴ്ചയാണ് ഇന്ന് ഈ സ്വർണ്ണവില ഇടിയാൻ കാരണം എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എങ്കിൽ പോലും സ്വർണ്ണവില ദിനംപ്രതി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഓരോ ദിവസവും ഒന്നിലധികം തവണ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാകുന്ന, കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, സിബി ജോസഫാണ് വിവരങ്ങൾ.